അങ്ങനെ മോശമായിട്ടൊന്നും പറയാനൊന്നുമില്ല. അതല്ല പ്രതീക്ഷയല്ല. അത് അവർ തന്നെ ആദ്യം പറഞ്ഞിട്ടില്ല, ഒരു അമർ ചിത്രകഥ കാണുന്ന കണക്ക്. ഇല്ലെങ്കിൽ അത് തന്നെ പിഷാരുടെ മറ്റേ രമേഷ് പിഷാന്റെ പേരടി അത് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു അമർ ചിത്രകഥ കാണുന്ന കണക്കെ കാണാവുള്ളൂ. അല്ലാതെ നമ്മൾ ഒരുപാട് ഹൈപ്പ് കൊടുക്കാൻ പാടില്ല. എന്നാലും കണ്ടോണ്ടിരിക്കും, കുഴപ്പമില്ല. പടം ഓക്കെയാണ്. ലാഗ് ഉണ്ടാന്ന് ചോദിച്ചാൽ ഇടക്കിടക്ക് ചെറിയ ലാഗുകളുണ്ട്, എന്നാലും ഓക്കെയാണ്. സൂപ്പർ പടം, നല്ല ഉണ്ട്. ലിജോ പള്ളിശ്ശേരിയുടെ പടമാണെന്നും പറഞ്ഞ് കയറിയതാണ്. മോഹൻലാൽ പൊളിച്ചിട്ടുണ്ട്, പക്ഷേ ബാക്കിയൊക്കെ ഭയങ്കര ബോറാണ്. എന്തായാലും പുള്ളി ഒന്ന് സംവിധാനം ഒന്നും കൂടെ പഠിക്കും. ഒരു LJP ആക്ട് പടമല്ല, ഒരു നാടകം ലെവല് കൊള്ളാം. ഒരു മോഹൻലാൽ എന്നൊരു സൂപ്പർ സ്റ്റാറിനെ പോർട്രേറ്റ് ചെയ്യുന്നൊരു പടമല്ല, ഒരു പക്ക LJP പടം. ഫസ്റ്റ് ഹാഫ് ഈ മാസ് പ്രതീക്ഷ വന്നവരൊക്കെ നന്നായിട്ട് ഫസ്ട്രേറ്റഡ് ആയി ഉറപ്പാണ്. അപ്പം എല്ലാവരും കയറുന്ന മോഹൻലാലിനും മുണ്ട് മുടക്കും, അവർ തിരിച്ചു വരുമെന്ന് ആഗ്രഹിച്ചു വരുമ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ്ലി ഇതിൽ മോഹൻലാലിൻ്റെ താരം ഇല്ല. ഒരു ആർട്ട്, ലിജോയുടെ ആർട്ട് കുലുങ്ങിയില്ല. സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് ഹാഫ് വെച്ചിരിക്കുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് ആണ് ബെറ്റർ. സെക്കൻഡ് ഹാഫ് പോലെയാണ് പടമൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഒരിക്കലും ഇല്ല. മേക്കിംഗ് LJP ലെവൽ വന്നിട്ടില്ല. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റർടൈനർ, പിന്നെ ഒരു നാടകം ലെവൽ. ഫസ്റ്റ് ഹാഫ് നല്ല ലാഗ് എന്ന് പറഞ്ഞാൽ നല്ല ലാഗാണ്. പിന്നെ LJP പടം ഇഷ്ടപ്പെടുന്നവർക്ക്, അത് പ്രതീക്ഷിച്ച് വരുന്നവർക്ക് സൂഹിക്കും. അല്ല ലാലേട്ടൻ കംബാക്ക് ഒരിക്കലും. അത് ലൂസിഫർ ഈ ലൂസിഫറിനെ കാണാം. പടം കുഴപ്പമില്ല, നല്ല പടം കണ്ടിരിക്കാം. കുഴപ്പമില്ല. നമ്മുടെ ഈ ഹൈപ്പിനൊത്ത് സിനിമ വന്നിട്ടുണ്ട്. ഹൈപ്പിനൊത്ത് വന്നിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, പടം കണ്ടിരിക്കാം. ഒരു വെറൈറ്റി കഥ. സെക്കൻഡ് പാർട്ടുണ്ട്. അതന്നെ, ഹൈപ്പിനൊത്ത് വന്നിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കുഴപ്പമില്ല, അങ്ങനെ. സെക്കൻഡ് പാർട്ട് മോഹൻലാലിന്റെ ഡബിൾ റോളിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ലാലേട്ടന്റെ ഡബിൾ റോൾ. കാശിന് കൊള്ളത്തില്ല. ഫസ്റ്റ് ഹാഫിലെ മടുപ്പ് തന്നെ, സെക്കൻഡ് ഹാഫ് പിന്നെ ഉണ്ടെന്ന് പറയാം. ഭയങ്കര മടുപ്പാ, കണ്ടിരിക്കത്തില്ല. കൊള്ളാം, കണ്ടോണ്ടിരിക്കാം. കുഴപ്പമില്ല. നല്ല മോശം സിനിമ. ഒരു ലിജോ മൂവി. കുഴപ്പമില്ല. അടുത്ത കഥ വരുന്നുണ്ട്, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ആ കഥ ഇവിടെ കാണട്ടെ. അടിപൊളി. സൂപ്പർ. ഫസ്റ്റ് കുഴപ്പമില്ല, ഇനി സെക്കൻഡ് ഉണ്ട്. അവിടെ ഇനി കാണാൻ പോണേണ് നിജം. കുഴപ്പമില്ല. തനത് ഒരു പടം പോലെ തന്നെയാണ്. തീർച്ചയായിട്ടും നല്ലൊരു പടമാണ്. നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന എൻ്റർടൈൻമെൻ്റ് ആണ് പടം നമുക്ക് തീർച്ചയായിട്ടും തോന്നുന്നത്. ക്ലൈമാക്സ് പോർഷൻ തീർച്ചയായിട്ടും നല്ലൊരു, നമുക്കൊരു എന്താ പറയണ്ടേ, ഒരു കാഴ്ച വിരുന്നാണ് ഈ പടം. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ഒരു വിരുന്ന് തീർച്ചയായിട്ടും LJP നമുക്ക് ഒരുക്കുന്ന കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. ക്ലാസ് പടം എന്താ, തീർച്ചയായിട്ടും ക്ലാസ് ആയിട്ടൊരു പടമാണ്. മാസല്ല, തീർച്ചയായിട്ടും ക്ലാസ് പടം. LJP പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മളൊരു അമർ ചിത്ര കഥ കാണുന്ന പോലെ തീർച്ചയായിട്ടും കാണാവുള്ളൂ. നമ്മളൊരിക്കലും ഇതിനെ ഒരു മാസ് പടമായിട്ട് നമ്മൾ ഒരിക്കലും ഇതിനെ ശ്രദ്ധിക്കരുത്. തീർച്ചയായിട്ടും ഒരു LJPയുടെ പടം എന്താണോ ആ ഒരു പടം മാത്രമായിട്ട് നമ്മൾ ഇതിനെ കാണാവുള്ളൂ. ഒരിക്കലും അതിനപ്പുറത്തോട്ട് നമ്മളൊരു വൈബ് പ്രതീക്ഷിക്കരുത്. തീർച്ചയായിട്ടും LJP എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത് അത് അദ്ദേഹം സിഗ്നേച്ചറായിട്ട് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് വെയിറ്റിംഗ് ആണ്. അതെ. നല്ല പടം. കപ്പ് ഓഫ് ടീ തന്നെ. അതായത് ചിലർക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന മാസ് പടമൊന്നും അല്ല. നല്ല ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിന് വെയിറ്റ് ചെയ്യണം. അതെ, സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്യണം. വളരെ കുഴപ്പമില്ല. നല്ല പടമായിരുന്നു. പിന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ മാസ് പടമല്ല, ക്ലാസ് ആണ്. മാസ് പ്രതീക്ഷിച്ചു വരല്ലേ, ക്ലാസ് ആയിട്ടാണ് നല്ലതായിരിക്കും. അടിപൊളി പടം.